السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله بتقوى الله. ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഈ കോട്ടയത്ത് വെച്ച് നടക്കുന്ന എൻലൈറ്റനിങ് കോൺഫറൻസിലാണ് നമ്മളുള്ളത്. നേരത്തെ വിസ്ഡം എന്ന വാക്കിന്റെ അർത്ഥത്തെ സംബന്ധിച്ചും എന്തുകൊണ്ട് ഈ ഒരു വാക്ക് തെരഞ്ഞെടുത്തു എന്നതിനെ സംബന്ധിച്ചും മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ TK അഷ്റഫ് സാഹിബ് നമ്മളോട് സംസാരിച്ചു. മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്ത് അവന് ജന്മം നൽകിയ, അവനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവിനെ തിരിച്ചറിയുകയും ആ രക്ഷിതാവ് ആരാണ് എന്നും അവന്റെ വില എന്താണ് എന്നും അവന്റെ മഹത്വം ഉൾക്കൊള്ളുകയും ചെയ്ത് അവന് പരിപൂർണമായി കീഴ്പ്പെട്ട് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ലോകത്തെ നാഗരികമാക്കി മാറ്റാനോ അല്ലെങ്കിൽ അവന്റെ നൈമിഷികമായ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടി മാത്രമല്ല, മറിച്ച് തന്റെ സ്രഷ്ടാവാരാണ് എന്ന് തിരിച്ചറിയുകയും ആ സ്രഷ്ടാവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ലോകത്ത് സമാധാനം വിതക്കുന്ന, സ്വന്തം ജീവിതത്തിന് സമാധാനം കൈവരുത്തുന്ന, ജീവിതത്തിന്റെ അവസാനമായി മരണശേഷമുള്ള നിത്യജീവിതത്തിന് കോപ്പുകൾ ഒരുക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ തന്നെ മനുഷ്യന്റെ രക്ഷിതാവ്, സ്രഷ്ടാവ് മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മനുഷ്യന്റെ ജീവിതക്രമത്തിൽ പലപ്പോഴും മനുഷ്യനെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന്, ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ശക്തികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിന്റെ ആരംഭം മുതൽ, മനുഷ്യന്റെ ആരംഭം മുതൽ മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് ഒരു ഭാഗത്തുണ്ട് എങ്കിൽ, മനുഷ്യന്റെ അജ്ഞത മനുഷ്യന്റെ ജീവിതം തന്നെ തകർത്ത് കളയുന്നതാണ് എങ്കിൽ, അതുപോലെ തന്നെ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ സ്രഷ്ടാവിനെ മറന്നുകൊണ്ടും സൃഷ്ടികളെ മറന്നുകൊണ്ടും ഉള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നുവെങ്കിൽ, ഈ ഭാഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്
മനുഷ്യന് യഥാർത്ഥമായ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ഈ ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചയക്കുമ്പോൾ അവനോട് പഠിപ്പിച്ച, അവന് നിർദ്ദേശം നൽകിയ ആ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ, അല്ല നിന്നെ സൃഷ്ടിച്ചത് ഇന്നിന്ന കാര്യത്തിന് വേണ്ടിയാണ് എന്ന് അവന് ഉത്ബോധനം നൽകാനും അവനെ ഓർമ്മപ്പെടുത്താനും വേണ്ടി കാലാകാലങ്ങളിലായി പ്രവാചകന്മാർ കടന്നു വരുന്നു. നമുക്കറിയാം, ഒരൊറ്റ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് മനുഷ്യനെ ഉത്ബോധിപ്പിച്ച 4 പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ വാക്കുകൾ, മനുഷ്യന് നൽകിയ ഉപദേശങ്ങൾ, അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വ്യത്യാസമില്ലാതെ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യനോട് പറഞ്ഞത്, നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്ന, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയ ആ അനുഗ്രഹങ്ങളുടെ ദാതാവിനെ തിരിച്ചറിയുകയും ആ അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കുകയും ചെയ്ത് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവന് മാത്രം സാഷ്ടാംഗം ചെയ്തുകൊണ്ട്, അവന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. ആദ്യത്തെ റസൂൽ, ആദ്യത്തെ ദൂതനായി ലോകത്തേക്ക് കടന്നു വന്ന നൂഹ് അലൈഹിസ്സലാം മനുഷ്യനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഖുർആൻ പറയുന്നത്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. മനുഷ്യരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയ രക്ഷിതാവിനോട് മാത്രമേ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളും അർത്ഥനകളും അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും വന്ന പ്രവാചകന്മാരും അതേ വാക്ക് തന്നെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറ്റി മാറ്റി നൽകിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നന്മകളും തിന്മകളും മുഴുവൻ ഉടമപ്പെടുത്തിയ രക്ഷിതാവിനോട് മാത്രമേ ആ നന്മകൾക്ക് വേണ്ടിയും തിന്മകൾ മാറ്റാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന് അവരുടെ സഹോദരനായ, അവരിലേക്ക് തന്നെ വന്ന പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അടുത്ത പ്രവാചകനും വരുന്നു, ഇലാ സമൂദിൻ അഖാഹും സ്വാലിഹ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്. അദ്ദേഹത്തിനും പറയാനുണ്ടായിരുന്നത് ഇതേ സന്ദേശം തന്നെയാണ്. വഇലാ മദിയന അഖാഹും ശുഐബ. മദിയൻ ദേശത്തേക്ക് ശുഐബ് അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞതും, യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ എന്നാണ്. ഇങ്ങനെ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് നിശ്ചയിച്ച രക്ഷിതാവിന്റെ ആ കൽപ്പനയിൽ നിന്ന് അകലുമ്പോൾ, നിർദ്ദേശത്തിൽ നിന്ന് അകലുമ്പോൾ, ആ നിർദ്ദേശത്തിലേക്ക് തന്നെ തിരിച്ചവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയത് അതേ സന്ദേശം തന്നെയാണ്. നമുക്കറിയാം, 23 വർഷങ്ങളിലായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് ആ വിശുദ്ധ ഖുർആനിന്റെ ഒരു ക്രോഡീകരണം ദൈവികമായിട്ട് തന്നെ നടന്നപ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ ആദ്യമായി കടന്നു വന്ന കൽപ്പനയും വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ ആദ്യമായി കടന്നു വന്ന വിരോധവും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കൽപ്പനയും, അള്ളാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന്, ഈ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നന്ദി സൂചകമായി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും നൽകരുത് എന്ന നിർദ്ദേശവും ആ വിരോധവുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ സൃഷ്ടിച്ച അഥവാ സ്രഷ്ടാവായ രക്ഷിതാവിനെയായിരിക്കണം ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഇബാദത്തിന്, ഏറ്റവും മഹത്തരമായ കർമ്മത്തിന് അർഹനായത്
അവനെ സൃഷ്ടിച്ച രക്ഷിതാവ് മാത്രമേയുള്ളൂ എന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതെ, തന്റെ രക്ഷിതാവിനോടുള്ള ഒന്നാമത്തെ ബാധ്യതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് ഇതേ കാര്യം തന്നെയാണ്. തന്റെ കൂടെ സഞ്ചരിക്കുന്ന അനുചരനെ വിളിച്ചുകൊണ്ട്, മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്, മുആദ് നിനക്കറിയുമോ ഒരു മനുഷ്യന് ഈ ലോകത്ത് ചെയ്യാനുള്ള, തന്റെ രക്ഷിതാവിനോട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയും രക്ഷിതാവ് തന്റെ സൃഷ്ടികളിൽ നിന്നും അർഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവും എന്താണ് എന്ന് നിനക്കറിയുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല റസൂലെ, പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് അള്ളാഹു ഈ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നതും മനുഷ്യൻ അള്ളാഹുവിന് നൽകേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനോട് ഒരു ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ തത്വം. ഈ തത്വം ഉൾക്കൊള്ളുക എന്നതാണ് ലോകത്ത് സമാധാനത്തിനും മനുഷ്യന്റെ സ്വന്തം ജീവിതത്തിലെ സമാധാനത്തിനും ഏറ്റവും ആധാരമായിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഈ ആശയത്തിൽ നിന്നും മനുഷ്യനെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവന് നൽകിയിട്ടുള്ള ഈ നിർദ്ദേശത്തിൽ നിന്നും മനുഷ്യരാശകലം അകലുകയും മുസ്ലിം ലോകം തന്നെ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ തന്നെ ഒരു വേള ഈ ആശയത്തിൽ നിന്നും അകലുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത് എന്നും തൗഹീദ് ഉൾക്കൊള്ളണമെന്നും പറയുന്ന സന്ദർഭത്തിൽ മറ്റേതെങ്കിലും സമുദായം ഞങ്ങൾക്കത് സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ എന്താണ് തൗഹീദോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ അനുയായികൾ പോലും ചോദിക്കുകയാണ്, എന്താണ് തൗഹീദ്, നമ്മൾ എങ്ങനെയാണ് തൗഹീദിൽ നിന്നും വിട്ടുപോവുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് വരുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച മനുഷ്യർ മുഴുവൻ മുവഹിദുകൾ തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റേത് സമൂഹങ്ങളിലും ഉള്ള ശിർക്കുകൾ അതങ്ങനെ തന്നെ ആചരിക്കുകയും അങ്ങനെ തന്നെ ജീവിതത്തിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം വരെ എത്തുകയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ശിർക്ക് എന്നും എന്താണ് തൗഹീദ് എന്നും മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച തൗഹീദ് എന്താണ്, റസൂലുള്ള എതിർത്ത ശിർക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പ്രതികരിക്കുന്നത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെ കൂടി ഒരൊറ്റ ഇലാഹാക്കുകയാണോ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. എന്തേ അവർ ഒരുപാട് ഇലാഹുകളെ വെച്ചിരുന്നോ? അല്ലാഹുവല്ലാതെ ഒരുപാട് ഇലാഹുകൾ, സ്വയം കഴിവുള്ള ഒരുപാട് ഇലാഹുകൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല. അതെ, സ്വയം കഴിവുള്ള ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്വയം കഴിവുള്ള ഒരു ഇലാഹുണ്ട് എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടല്ല. അതവരുടെ തൽബിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതെ, അവർ പറയുന്നു ഇല്ലാ ശരീകൻ ഹുവലക്ക് തംലികു ഹുവ മാ മലക്ക്, സ്വന്തമായി യാതൊരു കഴിവുമില്ലാത്തവരാണ് ഞങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യർ എല്ലാം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എങ്കിൽ അത് ശിർക്കാണ് എങ്കിൽ സ്വന്തമായ കഴിവുകളുള്ള, സ്വന്തമായി മനുഷ്യരെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുകയും അവർക്ക് ജീവൻ നൽകുകയും അവരെ മരിപ്പിക്കുകയും അതുപോലെ തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ മാത്രമേ ഇലാഹുകളാകൂ എന്ന് മക്കാ മുശ്രിക്കുകൾ വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നും അങ്ങനെയൊന്നുമില്ലാത്തവരായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരു വേള ആരാധിക്കുകയും ചെയ്യുന്ന ഇവരെല്ലാം ഇലാഹിന്റെ പരിധിയിലാണ് എന്നും അവർ തന്നെ മനസ്സിലാക്കിയതായിട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ പറയുന്നത്. നമ്മൾ നോക്കുക, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെ, ഞാൻ ആദ്യത്തിൽ ഓതിക്കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. യഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ, ഇൽമിലും ഹിക്മത്തിലും കഴിവിലും അതുപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുക എന്ന് പറയുന്ന, സ്വന്തമായി ഉണ്ടാവുക എന്ന് പറയുന്ന, എന്നെന്നും നിലനിൽക്കുന്നവൻ എന്ന് പറയുന്ന, ഹയ്യും ഖയ്യൂമും എന്ന് പറയുന്ന ഈ നിലക്കുള്ള ഒരു ഇലാഹ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ശരീക്ക് അല്ലാഹുവിനുണ്ട് എന്ന് ലോകത്ത് ആദം അലൈഹിസ്സലാം
മുതൽ, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിൽ മുശ്രിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. പക്ഷേ അതല്ലാത്തതും അള്ളാഹുവിന് അർപ്പിക്കേണ്ടുന്ന ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിന് അർപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനയും അള്ളാഹുവിന് അർപ്പിക്കേണ്ടുന്ന നേർച്ചകളും വഴിപാടുകളും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇലാഹുകളായി മാറുകയാണ് എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ തത്വം, മക്കാ മുശ്രിക്കുകൾ വരെ ഉൾക്കൊണ്ട തത്വം ഇന്ന് മുസ്ലിം സമൂഹത്തിന് വരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു സമൂഹത്തെയാണ് പരിവർത്തിപ്പിച്ച്, ഇല്ല ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും നിങ്ങൾക്ക് ചെയ്തു തരാനോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും ഒരു തിന്മ അകറ്റാനോ ഈ ചെയ്യുന്ന ഈ ആരാധ്യർക്കൊന്നും കഴിയില്ല എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശുദ്ധമായ തൗഹീദിലേക്ക് കൊണ്ടുവരികയാണ്. ശുദ്ധമായ തൗഹീദിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മനസ്സ് ഉടക്കി നിൽക്കുന്ന, ഇനി ഒരു വേള ശിർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന എല്ലാ രംഗങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കുകയാണ് ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അനുചരനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രദേശം വിജയിച്ചടക്കി കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും തൗഹീദിൽ നിന്നും ശിർക്കിലേക്ക് മനുഷ്യർ മാറരുത് എന്ന്, തൗഹീദിൽ നിന്നും ശിർക്കിലേക്ക് പോകാനുള്ള കാരണം ഖബറുകളും ആ ഖബറുകൾ കെട്ടി ഉയർത്തി നിൽക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവൻ നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതേ കാര്യം തന്നെ തന്റെ അനുചരനോടും വിളിച്ച് ആവശ്യപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തിനധികം സ്വന്തം ഖബർ പോലും ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറുമെന്ന് ഭയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സമൂഹത്തിന് ശക്തമായ താക്കീത് നൽകുകയും അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ശക്തമായ താക്കീത് നൽകുകയുണ്ടായി. ലാ തത്തഖിദു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആരാധനാ സ്ഥലമാക്കി മാറ്റരുത്. അതെ, സ്വന്തം ഖബർ സ്ഥിര സന്ദർശനത്തിന്റെയും ആരാധനയുടെയും ആഘോഷത്തിന്റെയും വേളയായി മാറും, സന്ദർഭമായി മാറും എന്ന് ഭയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും സമൂഹത്തിന് കൽപ്പന നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നു. എത്രത്തോളം എന്ന് പറയുമോ, ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വലൗലാ ദാലിക ലഅബ്റസു ഖബ്റഹു, ഇതില്ലായിരുന്നുവെങ്കിൽ, ഈ ഭയപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അവർക്ക് നിർദ്ദേശം നൽകിയ ഈ ഭയപ്പാടുള്ളത് കൊണ്ടാണ് റസൂലിന്റെ ഖബറിനെ മറക്കുള്ളിലാക്കി മാറ്റിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ, തൗഹീദിന്റെയും തവക്കുലിന്റെയും കുറവ് എന്ന് പറയുന്നത് മനുഷ്യനെ തിന്മയിലേക്കും ശിർക്കിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതേത് സ്ഥലങ്ങളാണ് എങ്കിലും പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ, അതിന്റെ പുണ്യം നമ്മൾ സ്വീകരിക്കാമെന്നതല്ലാതെ അതിന്റെ പുണ്യം നമ്മൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ആ സ്ഥലത്ത് നിന്നല്ല, ആ വസ്തുവിൽ നിന്നല്ല. അത്തരം വസ്തുക്കളിലും അത്തരം സ്ഥലങ്ങളിലും മനസ്സുടക്കി നിന്നാൽ മനുഷ്യന്റെ ഈമാനിന് അതൊരു കോട്ടം തട്ടിക്കുമെന്നും മനുഷ്യന്റെ തൗഹീദിന് കോട്ടം തട്ടിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്കറിയാൻ കഴിയും, സ്വഹീഹുൽ ബുഖാരി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഇമാം സഈദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, സഈദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ നീട്ടിക്കൊണ്ട് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ നിന്നും ബൈഅത്ത് സ്വീകരിച്ച, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളാണ്. എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഹദ്ദസനി അബി അന്നഹു കാന ഫീ മൻ ബായഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത അഷ്ജറ, ആ മരത്തിന്റെ ചുവട്ടിൽ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ച ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച മരം, ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് എന്റെ പിതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരം നീട്ടി ആ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത ആളാണ്. ആ പ്രവാചകന്റെ കാലത്ത് അതിന് തൊട്ടടുത്ത വർഷം അന്നത്തെ തീരുമാനപ്രകാരം അന്ന് മടങ്ങി അടുത്ത വർഷമാണ് ഞങ്ങൾക്ക് ഉംറക്ക് പോകാനുള്ളത്. അടുത്ത വർഷം ഞങ്ങൾക്ക് ഉംറക്ക് പോകുന്ന സമയത്ത്
ആ മരമേതാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്താണ് അദ്ദേഹം പറയുന്ന വാക്ക്? ഫഉമ്മിയത അലൈനാ, ഞങ്ങൾക്ക് ആ മരമേതാണ് എന്ന് മറക്കപ്പെട്ടു. ആ മരം തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താ കാരണം? മനുഷ്യരുടെ മനസ്സ് അവിടെ ഉടക്കി നിൽക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ നിന്ന് അത് മറപ്പിച്ചു കളയുകയാണ്. ഇമാം സ്വഹാബികളുടെ കൂട്ടത്തിൽ മുത്തബിഉസ് സുന്ന എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുവെച്ചടത്ത് കാലുവെച്ച് നടക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇതേ സംഭവം തന്നെ എടുത്തു പറയുന്നു. റജഅനാ മിനൽ ആമിൽ മുഖ്ബിൽ ഫമജ്തമഅ മിന്ന സ്നാനി അല അശ്ശജറത്തി അല്ലതി ബായഅനാ തഹ്തഹാ റഹ്മതൻ മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്തായിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ആ മരം ഏതാണ് എന്ന് നിജപ്പെടുത്താൻ കഴിയാതിരുന്നത്. ഞങ്ങൾക്ക് ഏതാണ് അവിടെയുള്ള ആ മരം എന്ന് നിജപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഖാലൽ ഉലമാ, ഉലമാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം നവവിയാണ് പറയുന്നത്. അദ്ദേഹം കണ്ട ഉലമാക്കൾ ആരായിരിക്കും? അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാർ. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സബബു ഖഫാഇഹാ, എന്തുകൊണ്ട് അത് അവ്യക്തമായി മനസ്സുകളിൽ നിന്നും അല്ലാഹു അതിനെ മറപ്പിച്ചു കളഞ്ഞു. അൻ ലാ യഫ്തതിന الناس بها لما جرى تحتها من الخير ونزول الرضوان والسكينة وغير ذلك. ആ മരത്തിന്റെ ചൂട്ടിൽ അല്ലാഹുവിൽ നിന്നുള്ള റിദ്വാനും അല്ലാഹുവിൽ നിന്നുള്ള സക്കീനത്തും അല്ലാഹുവിൽ നിന്നുള്ള ഒരുപാട് ഖൈറുകളും ബറക്കത്തുകളും ഇറങ്ങിയ മരമാണ്. അതുകൊണ്ട് ആ മരം അവിടെ നിലനിന്നിട്ടുണ്ട് എങ്കിൽ ഫലൗ ബഖിയത്ത് ലാഹിറതൻ മഅലൂമതൻ, അതെല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ലഖീഫ മിൻ തഅലീമിൽ അഅറാബി വൽ ജുഹാലി ഇയ്യാഹാ വഇബാദതിഹിം ലഹാ, ഒരുപക്ഷേ വിവരമില്ലാത്ത ആളുകൾ അതിനെ ആരാധിക്കുകയും അതിനെ അമിതമായി കൊണ്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, അതിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സുകളിൽ നിന്നും അല്ലാഹു അതിനെ മറപ്പിച്ചു കളഞ്ഞു എന്ന്. അതെ, നമ്മുടെ മനസ്സുകൾ അത്തരം സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലുമല്ല. എത്ര തന്നെ ഖൈറും എത്ര തന്നെ ബറക്കത്തും ഉള്ളതാണെങ്കിലും അതിന്റെ ഖൈറും അതിന്റെ ബറക്കത്തും തേടേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. ഒരു വസ്തുവിന് ഖൈറും ബറക്കത്തും നിശ്ചയിക്കുന്നത് ഹജ്ജിന് പോകുമ്പോൾ, അതുപോലെ തന്നെ ഉംറക്ക് പോകുമ്പോൾ, നമ്മൾ മക്കയിലും മദീനയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോകുമ്പോൾ പുണ്യസ്ഥലങ്ങളാണ്. പക്ഷേ അതിന്റെ പുണ്യങ്ങൾ തേടേണ്ടത് അവിടത്തെ മണ്ണിൽ നിന്നല്ല, അവിടത്തെ പ്രദേശത്ത് നിന്നല്ല, മറിച്ച് അതിന്റെ പുണ്യം തേടേണ്ടത് അല്ലാഹുവാണ്. ഇതിന് പുണ്യം നിശ്ചയിച്ച അല്ലാഹു, ആ പുണ്യം അല്ലാഹുവിൽ നിന്ന് തേടുകയാണ്. അതല്ലാതെ അവിടത്തെ മണ്ണിൽ നിന്ന് പുണ്യമെടുക്കുകയല്ല. പക്ഷേ ഇന്ന് മനുഷ്യർ പല സ്ഥലങ്ങളും പുണ്യമായി പ്രഖ്യാപിക്കുകയാണ് സ്വയം. ഇനി പുണ്യമാക്കപ്പെട്ട സ്ഥലം തന്നെ അവിടത്തെ മണ്ണുകൾ എടുത്ത് അതുപോലെ തന്നെ അവിടെ നിന്ന് പല വസ്തുക്കളും കൊണ്ടുവന്ന് അതിനെ പ്രത്യേകം ആദരിക്കുകയും ആദരിച്ച് അതിനെ ബഹുമാനിച്ച് ഒരു വേള ആരാധനയുടെ തലങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. പലപ്പോഴും മനുഷ്യൻ ആ രൂപത്തിൽ ആദരിച്ച് ബഹുമാനിച്ച് ആരാധനയിലേക്ക് എത്തിപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം ഖബറിൽ പോലും ഭയപ്പെട്ടു പോയ മഖ്ബറും അതുപോലെ തന്നെ മറമാടപ്പെട്ട് കിടക്കുന്ന പുണ്യവാന്മാരുടെ സ്ഥലങ്ങളുമാണ് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ജുന്ദുബ് ബിൻ അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ പോലെ ആകാൻ പാടില്ല. എന്താ അവരുടെ പ്രത്യേകത? അവർ കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ, അവരുടെ അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി സുജൂദ് ചെയ്യുന്ന ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ്. നിങ്ങൾ അങ്ങനെയാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ തന്നെ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾ തന്നെ ഇത്തരം സ്വഭാവങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഇത്ര ഗൗരവതരമായി പറഞ്ഞത് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ,
നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുകാരെ വെക്കരുത്. അങ്ങനെ പങ്കുകാരെ വെച്ചാൽ നിന്റെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. അന്താദ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിൽ നിന്നും തെറ്റിച്ച് പരിപൂർണമായി അവനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ അന്താദുകളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അൽ അന്താദു ഹുവ ശിർക്ക് അഖ്ഫാ മിൻ ദബീബിൻ നംല അല സഫാഇ സൗദാഇ ഫീ ളിൽമത്തിൽ ലൈൽ. ഒരു ഇരുട്ടുള്ള സന്ദർഭത്തിൽ കറുത്ത പാറയിലൂടെ ഉറുമ്പരിക്കുന്നതിനേക്കാൾ വളരെ ഗോപ്യമായ രൂപത്തിൽ ശിർക്ക് എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് ഇരച്ചു കയറുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നു, വഹുവ അൻ യഖൂൽ വല്ലാഹി വഹയാതുക്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിന്റെ ജീവിതം തന്നെയാണ് സത്യം. ഇവിടെ സത്യം ചെയ്യലിലടക്കം അല്ലാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതടക്കം ഷിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുകയും ചെറിയ ഷിർക്കിന്റെ അംശമായി വരികയും ചെയ്യുന്നു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിനെ പോലെയുള്ളവരല്ല എന്നല്ല, മറിച്ച് ഇതുവരെ ഷിർക്കിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ എത്രത്തോളം ഈ നായക്കുട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ കള്ളം കയറുമായിരുന്നു എന്ന് പറഞ്ഞാൽ വരെ അത് ഷിർക്കിന്റെ അംശമുണ്ട് എന്ന് അദ്ദേഹം ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എത്രമാത്രമാണ് അള്ളാഹുവിൽ പരിപൂർണമായും തവക്കുലാക്കി എന്റെ വീട്ടിൽ നിന്നും എനിക്ക് ഭയപ്പാടുണ്ടാക്കുന്നതും എന്റെ സ്വത്തും മുതലും അപഹരിക്കുന്നത് മുഴുവൻ ഇവിടെ നിന്നും ഇല്ലാതാക്കിയത് അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം മറ്റു സൃഷ്ടികളിലേക്ക് ചേർക്കുമ്പോൾ അതാ മനുഷ്യനിലേക്ക് ശിർക്കിന്റെ അംശങ്ങൾ ചെറിയ തോതിൽ കടന്നു വരുന്നു എന്ന് അദ്ദേഹം ആയത്തിനെ വിശദീകരിച്ചു. അതെ, ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ഒന്നുകിൽ കുഫ്റിലായി പോയി അല്ലെങ്കിൽ ശിർക്കിലായി പോയി എന്ന് അദ്ദേഹം പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മളെ ഉണർത്തുന്നു, ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബ ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ. സത്യസന്ധമായി ഞാൻ പറയുന്നത് സത്യമാണ്, പക്ഷെ അള്ളാഹു അല്ലാത്ത ഒന്നിനെ പിടിച്ചാണ് ഞാൻ സത്യം ചെയ്യുന്നത്. അതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു കള്ളസത്യം പറയുന്നതാണ്. ഇവിടെ അദ്ദേഹം കള്ളസത്യം പറയാമെന്നല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് കള്ളസത്യം പറയുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ്, മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. പക്ഷേ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യനെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, അഥവാ മനുഷ്യനെ നിത്യനരകത്തിന്റെ അവകാശിയാക്കി മാറ്റുന്ന കാര്യമാണ്. ഇത് രണ്ടും വേർതിരിച്ച് പഠിപ്പിക്കുന്ന രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഒരാൾ പ്രസംഗിച്ചപ്പോൾ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ മാഷാ അല്ലാഹ് വശിഅത എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുത്തി, അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അല്ലാഹുവിനെ നിദ്ദാക്കുകയാണോ, നീ എന്നെ അല്ലാഹുവിനെ സമമാക്കുകയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരവതരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്യുകയാണ്. ഇതാണ് ചെറിയ ചെറിയ രൂപത്തിൽ ശിർക്ക് മനുഷ്യനിലേക്ക് എത്തിപ്പെടുമെങ്കിൽ വൻ ശിർക്കിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതേ, ചികിത്സാ രംഗത്തുള്ള കാര്യമാണ് എങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ്. ചികിത്സാ രംഗത്തുള്ള കാര്യമാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ്. ഒരു വേള ഒരു മനുഷ്യനോട് നീ ഇന്ന ഷെയ്ഖിന്റെ പേരിൽ ഒന്ന് സത്യം ചെയ്യേ എന്ന് പറഞ്ഞാൽ അവന് ഭയമായിരിക്കും. അള്ളാഹുവിന്റെ പേരിൽ ഒന്ന് സത്യം ചെയ്യേ എന്ന് പറഞ്ഞാൽ അവൻ അതാ സത്യം ചെയ്യാൻ വരുന്നു. ഇവിടെ മനുഷ്യന് അള്ളാഹുവിനെയാണോ ഭയം, അതല്ല അള്ളാഹു അല്ലാത്തവരെയാണോ ഭയം? അള്ളാഹുവിനെ മനുഷ്യൻ ഭയപ്പെടുന്നില്ല, പലപ്പോഴും അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടുന്നു. സത്യം ചെയ്യലിൽ യഥാർത്ഥത്തിൽ ഷിർക്കിലേക്ക് പോകുന്ന രംഗമുണ്ട് എന്ന് നമുക്ക് നേർക്ക് നേരെ മനസ്സിലാകുന്ന ഒരു കാര്യമാണത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ അല്ലാത്തവരെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അല്ലാത്തവരെ ഇഷ്ടപ്പെടുക, ഈ രൂപത്തിൽ ഷിർക്കിന്റെ അംശങ്ങൾ വരുന്നു. അതുപോലെ തന്നെയാണ് ചികിത്സാ രംഗത്തും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ചികിത്സകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആത്മീയമായ ചികിത്സകളും അതുപോലെ തന്നെ മരുന്നുകൊണ്ടുള്ള ചികിത്സകളും, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും അള്ളാഹുവിന്റെ അസ്മാകൾ ഉച്ചരിക്കുകയും
അതുപോലെ തന്നെ പ്രത്യേകമായ ദിക്റുകളും പ്രത്യേകമായ ദുആകളും ഒക്കെ ചെയ്യുന്നത് മനുഷ്യന് ശാരീരികമായും മാനസികമായും ശമനം നൽകുന്നതാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്ന് ശമനത്തിന് വേണ്ടി മനുഷ്യർ തെരഞ്ഞെടുക്കുന്നത് വേറെ പല രംഗങ്ങളുമാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 10 മനുഷ്യർ റസൂലിന്റെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്തപ്പോൾ 9 ആളുകൾക്കും ബൈഅത്ത് കൊടുത്തു ഒരുത്തനെ മാറ്റി നിർത്തി. ചരിത്രം നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്കിൽ മനുഷ്യനെ ശിർക്കിലേക്ക് നയിക്കുന്നതായതുകൊണ്ടാണ് റസൂലുള്ള അദ്ദേഹത്തെ മാറ്റി നിർത്തിയതും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത് പൊട്ടിച്ചെറിഞ്ഞതും. ആ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. ഈ രൂപത്തിലുള്ള റുഖിയകൾ, ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ളതല്ലാത്ത റുഖിയകൾ അത് ശിർക്കാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതെ, അതുപോലെ തന്നെ തമാഇമുകളും തിവലത്തുകളും ഒക്കെ ഗൂഢോത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു പല രംഗങ്ങളിലൂടെയുമുള്ള വട്ടക്കണ്ണികളും നൂലുകളും ഏലസുകളും ഒക്കെ ശിർക്കാണത് എന്ന് പറഞ്ഞ് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ കയ്യിൽ ഏലസ് കണ്ടപ്പോൾ നമുക്കറിയാവുന്ന ചരിത്രമാണ്. നീ ഇതുമായിട്ടെങ്ങാനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓതിയ ആയത്ത് നമുക്ക് പാഠമാകേണ്ടതുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മുശ്രിക്കുകളായിക്കൊണ്ടാണ് മനുഷ്യരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. അതെ, ആ രൂപത്തിൽ മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് എനിക്ക് നന്മയും തിന്മയും വരുത്താൻ കഴിവുള്ളത് എന്ന് എന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നന്മ തന്നുകൊണ്ടും തിന്മ നൽകിക്കൊണ്ടും എന്നെ പരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്നും തിന്മകൾ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും സഹായം തേടേണ്ടതും അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെയാണ് പലപ്പോഴും അള്ളാഹുവിന് മാത്രം അറിയുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ തൗഹീദിന്റെ ഭാഗമായി വരേണ്ടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയൂ, അദൃശ്യ കാര്യങ്ങൾ അറിയൂ എന്നുള്ളത്. പക്ഷേ ഇന്ന് പല ആളുകളുടെ അടുക്കലേക്കും ഗൈബ് അറിയാൻ വേണ്ടി പോവുകയാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർള് അൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഗൈബ് അറിയുകയില്ല. പക്ഷേ ഇന്ന് ഗൈബ് അറിയുന്ന കേന്ദ്രങ്ങൾ ലോകത്ത് എത്രയെത്രയാണ്. നമ്മുടെ മലയാളക്കരയിൽ തന്നെ എത്രയെത്രയാണ് പല മതങ്ങളുടെയും ഇസ്ലാമിന്റെ പേരിലും അല്ലാത്തതിന്റെ പേരിലും നടത്തുന്നു. അവിടേക്ക് എല്ലാ ഭാഗങ്ങളുടെ അടുക്കലേക്കും കടന്നു ചെല്ലുന്നത് മുസ്ലിം നാമധാരികൾ തന്നെയാണ്. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ സ്വലാത്തുഹു 40 ലൈല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ, അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അങ്ങനെ പോയി ഈ ഗൂഢോത്രക്കാരുടെ അടുക്കൽ ചെന്ന് അവർ പറയുന്നത് വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ, അതെ, അവന്റെ നമസ്കാരം 40 ദിവസത്തെ നമസ്കാരമാണ് ബാത്തിലായി പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം തബറുക്കിന്റെ വിഷയത്തിൽ തബറുക്ക് അനുവദിക്കപ്പെട്ട രൂപമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച രൂപമുണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി. പക്ഷേ അതിനപ്പുറം വിട്ടുകൊണ്ട് തബറുക്കിന്റെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും ശിർക്ക് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നതാണ്. അതെ, ഒരുപാട് സ്ഥലങ്ങളിൽ പുണ്യങ്ങളുണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ട്. ആ സ്ഥലങ്ങളിലുള്ള പുണ്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്, ബറക്കത്തുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നായിരിക്കണം, അള്ളാഹുവോടായിരിക്കണം അത് തേടേണ്ടത്, ഒരിക്കലും അതിനോടായിരിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെ, വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് തൊട്ടു മുമ്പ് വിശ്വസിച്ച പല ആളുകളും റസൂലിനോട് കൂടെയുണ്ട്. അവർ പറഞ്ഞു, അവർക്കൊക്കെയുള്ളതുപോലെ ബറക്കത്തെടുക്കാൻ ഞങ്ങൾക്കൊരു മരം വേണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അവരോട് പ്രതികരിച്ച പ്രതികരണം, മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരു ദൈവത്തെ കൂടി ഞങ്ങൾക്കുണ്ടാക്കി തരണം, ഈ ഒരു അള്ളാഹു പോരാ എന്ന് പറഞ്ഞതുപോലെ ഗൗരവതരമായ ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഇതാ പുതിയ വിശ്വാസികളായി വന്നവരെ മുഴുവൻ മുശ്രിക്കാക്കി മാറ്റുകയാണ് റസൂൽ എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. മറിച്ച് ഷിർക്കിന്റെ ഗൗരവവും ഷിർക്ക് കടന്നു വരുന്ന വഴിയുമാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, ആരെയും മുശ്രിക്കാക്കി മാറ്റുകയല്ല, പക്ഷേ ഷിർക്ക് എന്ന
എന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ചെറിയ ചെറിയ വാക്കുകൾ മുതൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ മുതൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ശിർക്ക് വരും. ചെറുതും വലുതുമായ ശിർക്കുകൾ മനുഷ്യനെ ദീനിൽ നിന്നും അകറ്റുന്നതും സ്വർഗത്തിൽ നിന്നും അകറ്റുന്നതുമായ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുകൊണ്ട് വളരെ ഗൗരവതരമാണ് ശിർക്കിന്റെ കാര്യം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുകയാണെങ്കിൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തു നിന്ന് വീണവനെ പോലെ ഗതിമുട്ടിയവനായിട്ടായിരിക്കും അവനിവിടെ ജീവിക്കാൻ കഴിയുക. അവന് സമാധാനം മനസ്സിലുണ്ടാവില്ല, അവന് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല, അവന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും അവൻ ആസ്വദിക്കാനും അവന് സമാധാനിക്കാനും കഴിയില്ല. അവനെപ്പോഴും ഭയപ്പാടോടുകൂടി നിർഭയത്വം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിക്കാതെ മാത്രമേ അവന് ലോകത്ത് ജീവിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ലോകത്തൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വീടുകളിലേക്കും കയറി ചെന്നിട്ടുള്ളത്, മുസ്ലിങ്ങളിലേക്കും അമുസ്ലിങ്ങളിലേക്കും കയറി ചെന്നിട്ടുള്ളത്. നമുക്കിത് നിർത്താനായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെ, ഈ തൗഹീദ് നമസ്കരിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. തൗഹീദ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും എല്ലാവരും ഈ ലോകത്ത് പഠിപ്പിച്ച ഏറ്റവും ഗൗരവതരമായതാണ്. അതാണ് മനുഷ്യന് സമാധാനം നൽകുന്നത്. നമുക്ക് യഥാർത്ഥമായ തൗഹീദിന്റെ ഉടമക്ക് മാത്രമേ ഈ സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, എത്രയെത്ര ആളുകളെയാണ് ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നത് ഇത്തരം ആളുകൾക്ക്. എന്നാൽ യഥാർത്ഥ വിശ്വാസിക്കാണെങ്കിലോ ആരെയും ഭയപ്പെടേണ്ട. അവർ പലരെയും കാണിച്ചുകൊണ്ട് പേടിപ്പിച്ചു. ഈ നിൽക്കുന്ന ദൈവങ്ങളുടെ മുഴുവൻ ഗുരുത്തക്കേട് നിനക്ക് ലഭിക്കും, നിന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ ഇൻ കുൻതും തഅലമൂൻ. അതെ, ഏറ്റവും കൂടുതൽ മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയുക, ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധം അനുഭവിക്കാൻ കഴിയുക യഥാർത്ഥ വിശ്വാസിക്ക് തൗഹീദുള്ളവന് മാത്രമേ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നാണ്. നരകത്തിന്റെ അല്ലെങ്കിൽ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്നെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ടാകും. ഈ ഒരു വിശ്വാസവും ഈ ഒരു സുരക്ഷിതത്വ ബോധവും ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് നൽകിയത്, ഈ ഒരു ധൈര്യം അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹം ഉൾക്കൊണ്ട തൗഹീദായിരുന്നു. ആ ധൈര്യം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കൾക്ക് നൽകിയത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട്, നിങ്ങൾ എന്തിനു വന്നു? നിങ്ങൾക്ക് ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ നാട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ നാട്ടിൽ പട്ടിണിയായതുകൊണ്ട്, സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പേരിൽ പലരും ആരോപിക്കാറുള്ളത് പോലെ ആരോപണങ്ങളുമായി വന്നപ്പോൾ അദ്ദേഹം എല്ലാം കേട്ട് അവസാനമായി പ്രതിവദിച്ചത്, ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ സമാധാനമില്ലാത്തത് കൊണ്ടല്ല, ഏറ്റവും സമാധാനപൂർണമായ ഒരു നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഖലീഫ പലപ്പോഴും കിടന്നുറങ്ങാറുള്ളത് മരച്ചുവട്ടിലാണ്. അദ്ദേഹത്തിന് കാവൽക്കാരുടെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന് കടന്നു വരുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയില്ല, സമ്പത്ത് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സക്കാത്ത് സ്വീകരിക്കാൻ തന്നെ ആളില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. പിന്നെ ഞങ്ങൾ എന്തിനു വന്നു? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ബതഅസന, അല്ലാഹുവാണ് ഞങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചത്. ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്, മുഴുവൻ അടിമകളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്. എവിടെ നിന്ന്? അടിമകളെ ആരാധിക്കുന്നതിൽ. മനുഷ്യരെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇതിന്റെ മുഴുവൻ സൃഷ്ടാവായ അല്ലാഹു
അള്ളാഹുവിനെ, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്, വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ആഖിറത്ത് എന്ന് പറയുന്ന മരണശേഷമുള്ള വിശാലമായ പ്രവിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ലോകത്തേക്ക്, ഇവിടെയുള്ള കുടുസതകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാം സമാധാനപൂർണ്ണമാണ്, ഇസ്ലാം നീതിയുടെ മതമാണ്, ആ നീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി, നീതിയുടെ മാർഗം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചത് അള്ളാഹുവാണ് എന്ന് പറയാൻ ആ ധൈര്യവും ആ ആത്മവിശ്വാസവും അദ്ദേഹത്തിന് കൈവരുത്തിയത്, ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് കൈവന്നത് ഈ ഒരു തൗഹീദ് കൊണ്ടാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളുകയും അവനെ മാത്രം ആരാധിച്ച് അവന്റെ ജീവിത വിഭവങ്ങൾ മുഴുവൻ അനുഭവിച്ച് അവന് മാത്രം അത് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും, അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഒരു സന്ദേശം ആരോടും വെറുപ്പുണ്ടായതുകൊണ്ടല്ല, ആരോടും വിദ്വേഷമുണ്ടായതുകൊണ്ടല്ല, ഏതെങ്കിലും മതവിഭാഗങ്ങളോടോ ഏതെങ്കിലും സംഘടനകളോടോ വെറുപ്പുണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഇത് ഏറ്റവും സത്യസന്ധമായ ഒരു സന്ദേശമാണ്. ലോകത്തെ സൃഷ്ടിച്ച് ലോകത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെയും നമ്മളുടെ ചുറ്റുപാടുകളിലുമുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തി അവന്റെ നിയമങ്ങൾ അംഗീകരിച്ച് അവന് മാത്രം വണങ്ങി അവന് മാത്രം സാഷ്ടാംഗം ചെയ്ത് അവന്റെ മുന്നിൽ മാത്രം നമിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥമായ ധർമ്മവും അർത്ഥവും എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരിലേക്കും ഈ ആദർശം എത്തിക്കാനും വിശുദ്ധ ഖുർആനിന്റെ ആ സന്ദേശം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ആകാനുമുള്ള തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.